Hello guys, I am Admiz and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിനെ വേണ്ടി ഒരു പുതിയ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും ചോദാം. സോ ഇതാണ് നമ്മുടെ തണ്ടർ ബോൾട്സ് ഫൈനലി റിലീസായിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് മെയ് 2 അതായത് നാളെയാണ് റിലീസാകുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ മെയ് 1 ഇന്ന് റിലീസായിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഷോനെ പോയി കണ്ടിരിക്കുകയാണ് FDFS. സോ അതിൻ്റെ ഒരു സ്പോയിലർ, അതായത് തണ്ടർ ബോൾട്സ് മൂവിയുടെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കൊടുക്കാം. സാധനം തന്നെ പറഞ്ഞോട്ടെ, ഈ മുമ്പ് ഇറങ്ങിയ മാർവൽ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്. അതിനെക്കാട്ടിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ് ഈ ഒരു തണ്ടർ ബോൾട്സ് എന്ന് പറയുന്നത്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി, ടൈറ്റ് മീൻസ് ഞാൻ അത്രയും നന്നായിട്ടുള്ള സ്റ്റോറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള പേസിങ്ങും ക്യാരക്ടർ ബിൽഡിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ യെലേനയുടെ ക്യാരക്ടറിന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമയെ തുടങ്ങുന്നത് തന്നെ. സോ യെലേനയുടെ ക്യാരക്ടർ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെയധികം ഇമോഷണലാണ് ഈ സിനിമ. അത് നമ്മുടെ യെലേനയുടെയും തണ്ടർ ബോൾട്സ് ടീമിൻ്റെയും ഒരു പെർസ്പെക്റ്റീവിലാണ് അത് കാണിക്കുന്നത്. അവരെത്രത്തോളം ഒരു ഇമോഷണൽ സൈഡ് മൊത്തം കാണിക്കുന്നത്. ഈ കോമഡി സീൻസ് റെഡ് ഗാർഡിയൻ വളരെ നന്നായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ആക്ടറിൻ്റെ പേര് ഓർമ്മയുണ്ട്, അത് മറന്നുപോയി. പുള്ളിക്കാരൻ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മലേഷ്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ കണ്ടതാണ്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ബോബ് സെൻട്രി വന്നിട്ട് വളരെ നല്ല കിട്ടിയ ആക്ടറിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ വളരെ കിടിലായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലൊരു സ്പോയിലർ അല്ല ഞാൻ പറയാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, സ്പോയിലർ അല്ല. ഒരു ചേസ് സീനെ കൊണ്ട് ചെയ്തൊരു കാർ ചേസ് സീൻ വളരെയധികം കിടിലാണ്. വളരെ വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫിയും കൊറിയോഗ്രാഫിയും ആക്ഷൻ കൊറിയോഗ്രാഫിയും അവിടെ വളരെ കിടിലമായിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ബക്കിയുടെയൊക്കെ ഒരു സീനുണ്ട്. ആ ഒരു പ്രത്യേക ഇതിലോട്ട് വരുമ്പോൾ തന്നെ അത് ഗോസ് ബംസ് തന്നെ തരുന്നൊരു ഇതാണ്. ഓരോ യാത്രനും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടേതായിട്ടുള്ള വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പടം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യുന്ന, വളരെയധികം ഇമ്പോർട്ടൻസോടെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ ഞാൻ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ക്രെഡിറ്റ് സീനുണ്ട്. ഒരിക്കലും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഞാൻ ഈ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ തിയേറ്ററിൽ ഒരുപാട് പേര് ഒരുപാടല്ല, 4-5 പേര് ഇറങ്ങി പോകുന്നതുണ്ട്. സോ അത് മാർവൽ ഫാൻസ് അല്ല, ജനറൽ ഓഡിയൻസ് ആണ് അങ്ങനെ ഇറങ്ങി പോകുന്നത്. മാർവൽ ഫാൻസ് ഒരിക്കലും അങ്ങനെ പോലെ. അപ്പം എന്താ പറയുക, 2 ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. അത് മാർവലിൻ്റെ ഫ്യൂച്ചറിലേക്ക് എന്നല്ല, നെക്സ്റ്റ് ഒരു മൂവിയിലോട്ട് കണക്ഷനാണ്. ഏത് മൂവിയാണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറാണ്. അഫ്കോഴ്സ് നമുക്കറിയാം എന്താ പറയുക, മാർവലിൻ്റെ ഫ്യൂച്ചറിലോട്ട് തന്നെ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനിയൊരു മാർവലിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു പടമാണ്. ആൻഡ് അഫ്കോഴ്സ് എനിക്ക് പറയാനുള്ളത് IMAX കാണണം എന്നാണ് പലരും പറയുന്നത്. ബട്ട് എൻ്റെ ഒരു ഇതനുസരിച്ച് നല്ലൊരു 3D തിയേറ്ററിൽ ഇപ്പോൾ തന്നെ പോയി കാണുക എന്നാണ് എനിക്ക് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് 3Dയിലെങ്കിലും കാണുക എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു പടത്തിന് ഞാൻ എത്ര ഒരു റേറ്റിംഗ് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർസിൽ ഞാൻ 4 കൊടുക്കും. സോളിഡ് 4 തന്നെ കൊടുക്കും. കാരണം ഈ അടുത്ത് ഷാങ്ചി, തോർ ലവ് ആൻഡ് തണ്ടർ, സ്പൈഡർമാൻ നോ വേ ഹോം, അവഞ്ചേഴ്സ് എൻഡ് ഈ പടങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു ഉള്ളിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ ഒരു മാർവൽ പടം എന്ന് പറയുന്നത് തണ്ടർ ബോൾട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസ്റ്റ് വാച്ചാണ്. ഞാൻ 5 സ്റ്റാർസിൽ 4 സ്റ്റാർസും കൊടുക്കുന്നു. സോ ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് സീൻ ബ്രേക്ക് ഡൗൺ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതിൽ സൂപ്പർ ഹീറോസ്.